ഹായ് മേരെ പ്യാരെ ബച്ചോ സബ്കോ ആദാബ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മിഥിലാജ്. 10ാം ക്ലാസ്സിൽ ഉറുദു പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വെജ്പോർട്ടിൻ്റെ ഉറുദു ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ഗസലിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ പാഠഭാഗത്തിലെ ഒന്നാമത്തെ ചാപ്റ്റർ, 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഗസലിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും, നിങ്ങളുടെ ഉറുദു പഠിക്കുന്ന കൂട്ടുകാർക്ക് ഒന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, ഗസൽ എന്ന ഈ ഒരു പാഠഭാഗത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. देखिए, മനോഹരമായിട്ടുള്ള ഗസൽ നൽകിയിട്ടുണ്ട്. അബ് തോ മസ്ഹബ് കോയി ഐസാ ഭി ചലായ ജായേ ജിസ്മേ ഇൻസാൻ കോ ഇൻസാൻ ബനായ ജായേ. ഇതിൻ്റെയൊക്കെ ആശയം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഇൻസാൻ കോ ഇൻസാൻ ബനായ ജായേ. ഇനി ഇങ്ങനെയുള്ളൊരു മതം കൊണ്ടുവരണം. അവിടെ എങ്ങനെയായിരിക്കണം? ജിസ്മേ, അതിൽ ഇൻസാൻ കോ ഇൻസാൻ ബനായ ജായേ, മനുഷ്യനെ മനുഷ്യത്വമുള്ളതാക്കി മാറ്റണം. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈനാണ്. അതായത് ഈ ഒരു ഗസലിൻ്റെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത്, മൗസൂ, പ്രധാന വിഷയം എന്ന് പറയുന്നത് എന്താണ്? ഇൻസാനിയത്താണ്, മനുഷ്യത്വമാണെന്നത് ഒന്ന് ഓർത്തു വെക്കുക. ഇൻസാനിയത്ത്. ഓക്കെ, മനുഷ്യത്വത്തെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അങ്ങനെ ഇതിലുള്ള ആശയങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരികളിൽ നിന്നും ആശയം എടുത്ത് ചോദിക്കും. അത് നമുക്കൊന്ന് നോക്കാം. देखिए, അതുപോലെ ഇതിൽ അടുത്തൊരു പ്രധാനപ്പെട്ട വരി, ജിസം ദോഹെ കെ ബി ദിൽ ഏക് ഹോ അപ്നെ ഐസാ മേരാ ആൻസു തെരി പലക്കോം സെ ഉഡായ ജായേ. ഇതൊരു വളരെ പ്രശസ്തമായിട്ടുള്ള ഷീറാണ്. അതുപോലെ പ്യാർ കാ ഹൂൻ ഹുവാ ക്യൂം ഏ സമജ്നെ കെ ലിയേ അർ ഹന്തേരെ കോ ഉജാലേ മേ ബുലായ ജായേ. ഇത്തരത്തിലുള്ള ഷീറുകളുടെ ആശയം, പ്രധാനപ്പെട്ട ഷീറുകളുടെ ആശയം നിങ്ങൾ കണ്ടെത്തി വെക്കുക. മഫ്ഹൂം എഴുതാൻ വരും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ദക്കിയെ ഇവിടുന്ന് ഈ ഗസൽ എന്ന ടോപ്പിക്കിൽ വരുന്ന പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഗസൽ നമ്മുടെ 15 ചാപ്റ്ററാണ് 10th അതിൽ 5 ചാപ്റ്ററാണ് നമുക്ക് ഈ വരുന്ന എക്സാമിന് വരുന്നത്. അവിടെ തന്നെ ഗസൽ എന്ന പാഠഭാഗം ഒരൊറ്റ ടോപ്പിക്കേ ഉള്ളൂ, ഒരൊറ്റ വിഷയം നമുക്ക് ഒന്നാമത്തെ ചാപ്റ്റർ പഠിക്കാനുള്ളൂ. അപ്പോൾ ഗസലിനെ കുറിച്ച്, ഗസൽ കെ ബാരമേ അപ്കോ ക്യാ ക്യാ ജാനത്തെ, നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? അപ്പോൾ അത് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. എങ്കിൽ പോലും കൃത്യമായിട്ട് നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കണം. ഗസലിനെ കുറിച്ച് കുറഞ്ഞ ഒരു നോട്ട് തയ്യാറാക്കാൻ നമ്മൾ പഠിച്ചിരിക്കണം. देखिए सब बच्चों, देखिए गजल उर्दू शायरी की आबरू है. ഗസൽ ഉറുദു ഷാഹിരി കി ആബ്രു ഹെ. ഗസൽ എന്നത് ഉറുദു കവിതയുടെ ആബ്രു ഹെ. എന്താണ് ആബ്രു എന്ന് പറഞ്ഞാൽ അഭിമാനമാകുന്നു, അല്ലെങ്കിൽ ഒരു മാണിക്യമാകുന്നു എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ഏക്ക് മക്ബൂൽ തരീൻ സിൻഫ് ഹെ. ഇതൊരു വളരെയധികം സ്വീകാര്യത നേടിയിട്ടുള്ള സിൻഫ് ഹെ. കവിതാ വിഭാഗത്തിൽ ഏക്ക് മക്ബൂൽ തരീൻ സിൻഫ് ഹെ, വളരെ അധികം സ്വീകാര്യത നേടിയ ഒരു സിൻഫാകുന്നു. ഷായരിയുടെ ഒരു പ്രധാനപ്പെട്ട സിൻഫാണ് ഗസൽ എന്ന് പറയുന്നത്. നോക്കൂ, ഗസൽ കാ പഹലാ ഷീർ കോ മത്ലഹ് കഹ്താ ഹെ. വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഗസൽ കാ പഹലാ ഷീർ, ഗസലിൻ്റെ ആദ്യത്തെ വരിയെ മത്ലഹ് കഹ്താ ഹെ. അഥവാ देखिए अब तो मजहब ऐसा कोई ऐसा भी चला जाए എന്നുള്ള ഷീർ ഇതിൽ എന്താണ്? മത്ലഹ് ആണ്. ഓക്കെ, ഗസലിൻ്റെ ആദ്യത്തെ വരിക്ക് നമ്മൾ എന്ത് പറയും? മത്ലഹ് എന്ന് പറയും. നെക്സ്റ്റ്, ആഖിരി ഷീർ കോ മക്തഹ് കഹ്താ ഹെ. ഗസലിൻ്റെ അവസാനത്തെ വരിയെ നമ്മൾ എന്ത് പറയും? മക്തഹ് എന്ന് പറയും. ഓക്കെ, ഇസ്മേ ഷായർ അപ്ന തഖല്ലുസ് ലിഖ്താ ഹെ. അതിൽ കവി തൻ്റെ തഖല്ലുസ്, ഷോർട്ട് നെയിം, അപ്ന തഖല്ലുസ് ലിഖ്താ ഹെ, തൻ്റെ ചുരുക്കപ്പേര് കവി അവിടെ എഴുതും. അതായത് നമ്മുടെ ഗസലിലെ അവസാനത്തെ വരി എന്ന് പറയുന്നത്, ഐസേ മാഹോൽ മേ നീരജ് കോ ബുലായ ജാഹിം. ഇവിടെ നീരജ് എന്നത് അദ്ദേഹത്തിൻ്റെ ഷോർട്ട് നെയിമാണ്, അല്ലേ? തഖല്ലുസ് നെയിമാണ്, ചുരുക്കപ്പേരാണ്. देखिए, അതുപോലെ തന്നെ ഗസൽ മേ കാഫിയ ഔർ റദീഫ് കി പാബന്ദി ഹോത്തി ഹെ. ഗസലിൽ എന്തുണ്ടായിരിക്കും? കാഫിയുടെയും റദീഫിൻ്റെയും ഒരു പാബന്ദി ഹോത്തി ഹെ, ഒരു ഘടനയുണ്ടായിരിക്കും. നോക്കൂ, അബ് തോ മസ്ഹബ് കോയി ഐസാ ഭി ചലായ ജായേ ജിസ്മേ ഇൻസാൻ കോ ഇൻസാൻ ബനായ ജായേ. ഈ ഒരു ഷീറിൽ വരുന്ന കാഫിയും റദീഫിനെയും നമുക്ക് പഠിക്കാം. റദീഫ് എന്ന് പറയുന്നത് അർ ഷീർ കെ ആഹിർ മേ ദുഹരായ ജായ അൽഫാസ് കോ, ആവർത്തിച്ച് വരുന്ന പദത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? റദീഫ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ജായേ എന്ന് ആവർത്തിച്ച് വരുന്ന ഇത്തരത്തിലുള്ള പദത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റദീഫ് എന്ന് പറയുന്നത്.
എന്നാൽ കാഫിയ എന്താണ്? റദീഫിന് തൊട്ടു മുമ്പ് വരുന്ന ഹമ്മാവാസ് അൽഫാസുകൾ ഉണ്ടല്ലോ, സമാന ശബ്ദപദങ്ങൾ, ചലായ, ബനായ എന്നീ തുടങ്ങുന്ന ഇത്തരം പദത്തിന് നമ്മൾ എന്താ പറയാ? കാഫിയ എന്ന് പറയാം. അത് ഗസലിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടനയാണ് എന്ന് നമുക്ക് ഗസലിന്റെ ഒരു പ്രത്യേകതയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. അതായത് ഗസൽ മേ കാഫിയ ഔർ റദീഫ് की पाबंदी होती है. ഓക്കെ, അടുത്തത് മിർസ ഗാലിബ് ഗസൽ കെ ബാദുഷാ ഹെ. മിർസ ഗാലിബ് ആരാണ്? ഗസലിന്റെ ഒരു ചക്രവർത്തിയാണ് അല്ലെ. മിർസ ഗാലിബ് ഗസൽ കെ ബാദുഷാ ഹെ. അതേപോലെ ഉറുദു മേ ബഹുത് സെ ഗസൽ ഗോ ഷുഹ്റ और ഗലോഗാർ ഹെ. ഗസൽ ഷൂറ എന്ന് പറഞ്ഞാൽ ഗസൽ എഴുതുന്ന ആളുകളാണ്. അപ്പൊ ഉറുദുവിൽ ബഹുത് സേ ഗസൽ കോ ഷൂറ, ഒരുപാട് ഗസൽ എഴുതുന്ന ആളുകളുണ്ട്. ഉറുദുമേ ബഹുത് സേ ഗസൽ ഗോ ഷൂറ, ഗസൽ എഴുതുന്ന ആളുകളുണ്ട്. ഗലോഗാർ ഹെ, ഗലോഗാർ എന്ന് പറഞ്ഞാൽ ഗസൽ പാടുന്ന ആളുകളാണ്. അഥവാ എഴുതുന്ന ആളുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമുക്ക് എക്സാമിന് ചോദിക്കും. മീർ തക്ക് മീർ, അതുപോലെ ഫിറാഖ് ഗോരഖ്പൂരി, ജിഗർ മുറാദാബാദി, വായറ തുടങ്ങിയ ആളുകളൊക്കെ ഗസൽ എഴുതുന്ന ആളുകളാണ്. എന്നാൽ ഉറുദു കെ മഷൂർ ഗസൽ ഗോ ഷുഹ്റ, ഗസൽ ഗോ ഷുഹ്റ, ഗസൽ പാടുന്ന ആളുകളിൽ നമുക്ക് പറയാൻ പറ്റും, ഗലോഗാറുകളിൽ നമുക്ക് പറയാൻ പറ്റും പങ്കജ് ഹുദാസ്, മുഹമ്മദ് റഫി, ഹരിഹരൻ, മെഹദി ഹസൻ, ഡോക്ടർ രാധിക ചോപ്ര, വാഹിറ മഷൂർ ഗസൽ ഗലോഗാർ ഹെ. ഇവരൊക്കെ പ്രശസ്തരായിട്ടുള്ള ഗസൽ ഗലോഗാർ ഹെ, ഗസൽ പാടുന്ന ആളുകളാണ്. നമുക്ക് ഇനി അടുത്ത കുറഞ്ഞ ആളുകളുടെ നമുക്ക് പരിചയപ്പെടാം. ഇതൊക്കെ അപ്പോൾ ഗസൽ കെ ബാരെ മേ ഏക് നോട്ട് ലിഖിയേ എന്ന് പറഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും എഴുതാൻ കിട്ടണം. എക്സാമിന് അത് ചോദിക്കും, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു വരിയുടെ ആശയം ഏതാണെന്ന് നമുക്ക് നോക്കാം. ജിസ്ം ദോഹേ കെ ബി ദിൽ ഏക് ഹോ അപ്നെ ഐസാ മേരാ ആൻസു തേരി പലക്കോം സെ ഉഠായാ ജായേ. ഈ ഒരു ഷീർ ഇവിടെ നൽകിയിട്ടുണ്ട്. നമ്മുടെ ഗസലിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഷീർ സർ സെലക്ട് ചെയ്തു എന്നുള്ളൂ. നോക്കൂ ബച്ചോ, ഷിഹർ കാ മഫൂം, ഈ ഒരു വരിയുടെ ആശയം മഫൂം അപ്നെ അൽഫാസ് മേ ലിഖ്നെ കി കോശിഷ് കീജിയേ, നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് എഴുതാൻ ശ്രമിച്ചാലും. അപ്പോൾ 4 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാം. അല്ലെങ്കിൽ മഫൂം എഴുതാൻ എന്തായാലും ഒരു 3 മാർക്കിൻ്റെ ചോദ്യം ഈ ഗസലിൻ്റെ ഭാഗത്തുനിന്ന് നമ്മുടെ ഈ ഒരു എക്സാമിന് ചോദിക്കും. ഇതൊക്കെ അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റണം. എ ഷേർ, ഈ ഒരു വരി മഷഹൂർ ഷാഹിർ പ്രശസ്തനായിട്ടുള്ള കവി ഗോപാൽദാസ് നീരജിനെ ലിഖാ ഹെ. ഒന്നാമത്തെ സെന്റൻസ് നമ്മൾ എടുത്ത് എഴുതുന്നു. ഈ ഒരു ഷീർ, ഈ ഒരു വരി മഷഹൂർ ഷായർ പ്രശസ്തനായിട്ടുള്ള കവി ഗോപാൽദാസ് നീരജിനെ ലിഖാ ഹെ. ഗോപാൽദാസ് നീരജ് ആണ് എഴുതിയിരിക്കുന്നത്. ഷാഹിർ കഹ്താ ഹെ, കവി പറയുന്നു, കെ എന്തെന്നാൽ ഹമാരെ ജിസം തോ അലഗ് അലഗ് ഹെ, നമ്മുടെ ശരീരം അലഗ് അലഗ് ഹെ, അത് വേറെ വേറെയാണ് അല്ലേ. എൻ്റെയും നിങ്ങളുടെയും ശരീരം രണ്ടും രണ്ടാണ്. അലഗ് അലഗ് ഹേ, ലേക്കിൻ എന്നാൽ ദിൽ ഇസ്തരഹ് ഏക് ഹോനാ ചാഹിയെ, എന്നാൽ നമ്മുടെ ഹൃദയം ഇത്തരത്തിൽ ഏക് ഹോനാ ചാഹിയെ, ഒന്നായി മാറണം. അതെങ്ങനെയാ? കെ എന്തെന്നാൽ മേരാ ആൻസു തേരി പലക്കോം സെ ഉഡായേ ജായേ, എൻ്റെ കണ്ണുനീരുണ്ടല്ലോ, എൻ്റെ കണ്ണുനീർ മേരാ ആൻസു തേരി പലക്കോം സെ ഉഡായാ ജായേ. നോക്കൂ, ഫ്രണ്ട്ഷിപ്പിന്റെ അങ്ങേയറ്റത്തെ ഒരു വരിയാണ് ഇവിടെ നൽകുന്നത്. എൻ്റെ കണ്ണുനീർ നിന്റെ കൺപോളകളിലൂടെ തേരി പലക്കോം സെ ഉഡായേ ജായേ, അടർന്നു വീഴണം, കണ്ണുനീരൊഴുകണം. എൻ്റെ കണ്ണുനീർ നിന്റെ കൺപോളകളിലൂടെ ഒഴുകണം എന്ന് പറയുന്നത് കവി ഇനി അതായത് അപ്പിനെ ദോസ്ത് കെ ദുഃഖ്, നിന്റെ സുഹൃത്തിന്റെ ദുഃഖത്തിൽ അപ്പിനാ ദുഃഖ് സമജ്നാ ചായേ, അത് നിന്റെ ദുഃഖമായിട്ട് മാറണം. നിന്റെ സുഹൃത്തിന്റെ ദുഃഖം അത് നിന്റെയും കൂടെ ദുഃഖമായി മാറണമെന്ന് കവി പറയാണ്. ഇസ്കോ തസല്ലി ദിയേക്കർ സാത്ത് ദേനാ ചായേ, അവന്റെ പ്രയാസത്തിൽ അവനെ തസല്ലി ദിയേ, സമാധാനിപ്പിക്കണം. ഇസ്കെ തസല്ലി ദിയേക്കർ സാത്ത് ദേനാ ചായേ, എന്നിട്ട് അവന്റെ കൂടെ നിൽക്കണം. സാത്ത് ദേനാ ചായേ, കൂടെ നിൽക്കണമെന്ന് കവി പറയാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൈൻസ് ആണ്. ഇതിൻ്റെ മഫ്ഹൂം എഴുതാൻ പ്രിയപ്പെട്ട കൂട്ടുകാർ ഒന്ന് പഠിച്ചു പോവുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരിയുടെ മഫ്ഹൂം എഴുതാൻ ഒന്ന് പഠിക്കുക. ക്ലിയർ? അടുത്തത് ഇതൊക്കെ ഗോപാൽദാസ് നീരജ് എഴുതിയിട്ടുള്ള ഒരു ഗസലാണല്ലോ. ഗസൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ പാഠഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ, അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ചിലപ്പോൾ നമുക്ക് എക്സാമിന് വരും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു പ്രൊഫൈൽ തയ്യാറാക്കാനുണ്ടാവും. അപ്പോൾ നോക്കാം നമുക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഷോർട്ട് ആക്കിയിട്ടുള്ള ഒരു പ്രൊഫൈൽ. देखिए, ഉറുദു ഹിന്ദി കെ ബാക്കമാൽ ഷാഹിർ, ഉറുദുവിൻ്റെയും ഹിന്ദിയുടെയും അദ്ദേഹം ഉറുദു അതേപോലെ ഹിന്ദി കെ ബാക്കമാൽ
ബാക്കമാൽ എന്ന് പറഞ്ഞ പ്രഗത്ഭനായിട്ടുള്ള ഷാഹിർ കവിയാണ് ആര്? ഗോപാൽദാസ് സക്സീൻ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്താണ്? ഗോപാൽദാസ് സക്സീൻ. അദ്ദേഹം 1925 को उत्तर प्रदेश में इटावो के करीब पैदा हुए. അദ്ദേഹം 1925 ईस्वी को उत्तर प्रदेश में इटावो के करीब पैदा हुए. 1925 ഉത്തർപ്രദേശിലെ ഇട്ടാവോ എന്ന പ്രദേശത്തിന് അടുത്താണ്, കരീബ് അടുത്താണ് പൈദാ ഹുയെ അദ്ദേഹം ജനിച്ചത്. ഏതൊരു വ്യക്തിയെക്കുറിച്ച് എഴുതുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ പൈദായിഷ് നമ്മൾ എടുത്തെഴുതാൻ വേണ്ടി ശ്രമിക്കണം. ഉൻക തഹല്ലുസ്, അദ്ദേഹത്തിൻ്റെ ഷോർട്ട് നെയിം ഉൻക തഹല്ലുസ്, ഷോർട്ട് നെയിം എന്താണ്? നീരജ് ധ, നീരജ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചുരുക്കപ്പേര്. ഓക്കെ. ആസാവരി ബാദിലോം സെ സലാം ലേത്താഹും, അതുപോലെ ഗീത് ജോ ഗായേ നെഹി, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വൈറ ഉൻകി ഷാഹിരി കി കിതാബ് ഹെ, ഇവയെല്ലാം അദ്ദേഹത്തിൻ്റെ കവിതയുടെ കിതാബ് ഹെ, കിതാബുകളാകുന്നു, ബുക്കുകളാകുന്നു. ഏതൊക്കെയാണെന്ന് കുറിച്ച് വെക്കുക. ആസാവരി ബാദിലോം സെ സലാം ലേത്താഹും ഗീത് ജോ ഗായേ നെഹി, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ. 1991 ईस्वी में പത്മശ്രീ और 2008 ईस्वी में പത്മഭൂഷൺ കെ അവാർഡ് മിലാ ഹെ, അദ്ദേഹത്തിന് എന്ത് ലഭിച്ചിട്ടുണ്ട്? പത്മശ്രീ അവാർഡും പത്മഭൂഷൺ അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഉൻക ഇന്തികാൽ, അദ്ദേഹത്തിൻ്റെ ഇന്തികാൽ മരണം 19 जुलाई 2018 ईस्वी में हुआ. അദ്ദേഹത്തിൻ്റെ മരണം എന്ന് പറയുന്നത് 2018 ജൂലൈ 19 അദ്ദേഹം മരണപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ നിങ്ങൾ മക്കൾ കൃത്യമായിട്ട് ഒന്ന് തയ്യാറാക്കാൻ പഠിക്കുക. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. നമുക്ക് ഒന്നും കൂടി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന കവിമാരുടെ പേരും ഗലോഗാർ, അത് പാടുന്ന ആളുകളുടെ പേരും കൂടി ജസ്റ്റ് ഒന്ന് കുറിച്ച് വെക്കുക. ജാവേദ് അഖ്തർ, ഗസൽ അല്ലെങ്കിൽ കവിതയൊക്കെ എഴുതുന്ന ആളുകളാണ് ജാവേദ് അഖ്തർ, അലി സദ ജാഫരി, ഹസ്റാറുൽ ഹക്ക് മജാസ്, മജ്റൂഹ് സുൽത്താൻപുരി, അൽതാഫ് ഹുസൈൻ ഹാലി, ഇവരെല്ലാം കവിത എഴുതുന്ന ആളുകളാണ്. ഗലോഗാർ പാട്ട് പാടുന്ന ആളുകളാണ്, ഗസൽ പാടുന്ന ആളുകളാണ്. നമുക്ക് പറയാം രാധിക ചോപ്ര, ഉംബായി, അതുപോലെ ഉലാം അലി, ജഗദീഷ് സിംഗ്, ഇവരൊക്കെ ഗലോഗാറുകളാണ്. ഒന്ന് ഓർത്തു വെക്കുക മക്കളെ. ഓക്കെ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാമത്തെ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ നിങ്ങളുടെ 10ാം ക്ലാസ്സിൽ ഉറുദു പഠിക്കുന്ന എല്ലാ കൂട്ടുകാരിലേക്കൊന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യാം. ഓക്കെ. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സബ്കോ ശുക്രിയ, ഖുദ ഹാഫിസ്.